Hi viewers, welcome to Hafiz recipe time. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർസ്കോച്ച് ഐസിന്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ് ആണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐസും കൂടെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വളരെ പെട്ടെന്ന് ഈ ഐസ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. അത് ഐസ് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു 3 പിഞ്ച് സേമി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സേമി നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ 1/2 കപ്പ് പഞ്ചസാര. പഞ്ചസാര നമ്മളെ മധുരത്തിനനുസരിച്ച് കൂട്ടുക കേട്ടോ. നമ്മൾ ഐസ് ആകുമ്പോൾ മധുരം കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബട്ടർസ്കോച്ച് എസൻസ്, പിന്നെ ഒരു പാക്കറ്റ് പാല്. ഇത്രേ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു പാക്കറ്റ് പാൽ ഒഴിക്കുകയാണ്. എന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആ 2 ടേബിൾ സ്പൂണ് മൈദ ഇടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പാല് വേറൊരു ബൗളിലേക്ക് എടുത്തിട്ട് ആ 2 ടേബിൾ സ്പൂണ് മൈദ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം, നമ്മൾ കസ്റ്റാർഡൊക്കെ ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ഇളക്കണം. അതിൽ കട്ട കെട്ടി വെക്കാൻ പാടില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേറെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേറെ കൂടുതൽ ആഡ് ചെയ്യാം. കാരണം നമ്മൾ ഐസ് ഇതാക്കുമ്പോൾ കുറച്ചും കൂടെ മധുരം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിടാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 പിഞ്ച് സേമിയ ഇട്ടു. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കണം, അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കുക. ഇത് വെള്ളം തിളക്കുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇതുപോലെ ഇതാ തിക്കായിട്ട് ഒരു കൺസിസ്റ്റൻസിയാണ്. നമ്മൾ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ജസ്റ്റ് ഒന്ന് ഒരു തിക്കായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം നമ്മളുടെ ഈ മിക്സ് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിതിലേക്ക് വാനില എസൻസ് ഒഴിക്കുന്നത്. അപ്പോൾ ചൂടാറിയപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് 1/2 ടേബിൾ സ്പൂണ് ബട്ടർസ്കോച്ചാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓവറായിട്ട് ഫ്ലേവർ ആഡ് ചെയ്യരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളൊരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് ഒരു കുറച്ച് ആഡ് ചെയ്യാം. നമുക്ക് വാനില ഈ ബട്ടർസ്കോച്ച് എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് യൂസ് ചെയ്താൽ വാനില ഐസ് ആവും. ഇനി അഥവാ വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു ഫ്ലേവർ ഇല്ലാതെയും ഇത് ചെയ്യാം. എന്നാൽ നമുക്ക് പാലൈസ് പോലെ പാലൈസായിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഐസ് ട്രേയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒരു കറിക്ക് വേണ്ടിയിട്ട് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ പിസ്ത, ബദാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ കാഷ്യൂനട്ട് ചെറിയ പീസായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ മിക്സ് ഈ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് കൊണ്ട് 6 ഐസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 6 കറക്റ്റാണ് എൻ്റെ ഈ ട്രേയിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ ഐസിന് വല്ല കളേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫുഡ് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു ഐസാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതേപോലെയുള്ള സ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം. ഞാനത് ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2 എണ്ണം ഇപ്പോൾ ഞാനിതെങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ ഒരു ബൗളിൽ വെള്ളമാക്കിയിട്ട് അതിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് ഈ ഐസിൻ്റെ ഈ ഒരു ട്രേ. എന്നിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇത് സെറ്റ് ആയിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തത്.
അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി 2 ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്, ബാക്കി ഞാൻ നാളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.